ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്ലൊവേനിയ. ഞാൻ നാട്ടിൽ പോകുമ്പോഴെല്ലാം ഇപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ് സ്ലൊവേനിയ എവിടെയാണെന്നും ഇത് യൂറോപ്പിൽ എവിടെയാണെന്നും യൂറോപ്പിൽ ഏത് രാജ്യത്തിനടുത്താണ് എന്നൊക്കെ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സ്ലൊവേനിയയെ പറ്റി അറിയാത്ത ആളുകളുണ്ട് എന്നതാണ് സത്യം. സ്ലൊവേനിയ ഒരു ഷെങ്കൻ കൺട്രി ആട്ടോ. ഇത് സെൻട്രൽ യൂറോപ്യൻ ബേസിലാണ് വരുന്നത്. ഇറ്റലി, ഓസ്ട്രിയ, ക്രൊയേഷ്യ, ഹംഗറി ഇതൊക്കെയാണ് നമ്മുടെ നെയ്ബർ കൺട്രീസ് ആയിട്ട് വരുന്നത്. ഇത് കുഞ്ഞു കൺട്രി ആണെങ്കിലും നമ്മുടെ ഒരറ്റത്ത് മഞ്ഞുമലകളും മറ്റേ അറ്റത്ത് ബീച്ചസും ആണ്. 4 സീസൺസും പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു രാജ്യമാട്ടോ സ്ലൊവേനിയ. അതിൽ 6 മന്ത്സോളം നമുക്കിവിടെ വിൻ്റർ ആട്ടോ. ഈ വിൻ്റർ ടൈമിൽ ആളുകൾ അധികം ഒന്നും പുറത്തിറങ്ങാറില്ല. നമുക്ക് ക്ലാസ്സസിന് കോളേജിൽ പോകുന്ന സ്റ്റുഡൻസും പിന്നെ വർക്കിന് പോകുന്ന ആൾക്കാർ മാത്രം അങ്ങനെ അധികം പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സമ്മറിൽ ഇവരെല്ലാവരും എപ്പോഴും പുറത്തായിരിക്കും കേട്ടോ. സമ്മർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു വെക്കേഷൻ പീരീഡ്. വിൻ്ററിൽ ഇവർ നന്നായിട്ട് പണിയെടുത്തിട്ട് ഇവർ സമ്മറിൽ ആ പൈസ എല്ലാം ഇവർ വെക്കേഷന് പോയി തീർക്കും. യൂഷ്വലി അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ. അറ്റ്ലീസ്റ്റ് ഇവരൊരു 2-3 രാജ്യങ്ങളെങ്കിലും കവർ ചെയ്തിരിക്കും. സമ്മറിൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ സമ്മറിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടീസും കാണും. പിന്നെ നമ്മുടെ ക്രിസ്മസ് ടൈം ആകുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഫുൾ ഓണായിരിക്കും. നമ്മുടെ സെൻറ്റർ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ആളുകളെല്ലാം ആ ടൈമിൽ പുറത്തിറങ്ങും. ഒരു കുഞ്ഞു രാജ്യം കേട്ടോ. ആകെ ഒരു 2.1 മില്യൺ പോപ്പുലേഷനേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് സത്യം പറഞ്ഞ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ കഴിയും. ആർക്കെങ്കിലും സ്ലൊവേനിയയെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.